സന്നിധാനത്ത് പൂജാ കാലയളവ് പൂർത്തിയാക്കി ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി മലയിറങ്ങുകയാണ്. 18 പടിയിലും തൊട്ടുതൊഴുത് പടിയിറക്കം. ഒരു വർഷം അയ്യനോടൊപ്പം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അയ്യനെ പൂജിച്ചു കഴിഞ്ഞ ദിനങ്ങൾ. ഇനി വരുന്ന മണ്ഡലകാലം നല്ലത് നടക്കട്ടെ. സ്വാമിയെ ശരണയ്യപ്പ. നമ്മുടെ ഒരു വർഷക്കാലം ഭഗവാനെ സേവിച്ചിട്ട് നമ്മുടെ സ്വന്തം ഗൃഹത്തിലോട്ട് പോവുകയാണ്. ഭഗവാനോട് പ്രാർത്ഥനയും എല്ലാം നമുക്ക് വരുന്ന ഈ മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമുക്കതാണ് നമ്മുടെ പ്രാർത്ഥന. ഇനി വരുന്ന മണ്ഡലകാലം നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥന. മലയിറങ്ങുമ്പോൾ വിഷമമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: വിഷമിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സ്വാമിയെ ശരണയ്യപ്പ. ഒരു വർഷത്തെ അനുഭവം എങ്ങനെ? നല്ല അനുഭവമായിരുന്നു. നല്ല രീതിയിൽ ഒരു വർഷക്കാലം ഭഗവാനെ സേവിക്കാൻ നമുക്കൊരു അവസരം കിട്ടി. നമ്മളത് നമ്മുടെ കർമ്മം നമ്മൾ യഥാവിധി എല്ലാം ചെയ്തു. അത് നമുക്കൊരു നല്ല അനുഭവമായിരുന്നു. ഇനിയും ശബരിമല മേൽശാന്തിയാകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലാത്തവരാരും ഇല്ലല്ലോ. പക്ഷേ എന്നെപ്പോലെ എത്രയോ പേരാണ് ഇതിന് കാത്തിരിക്കുന്നത്. അന്നേരം ഒരിക്കലും ആഗ്രഹിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വരുന്ന ഒരു വർഷക്കാലം വളരെ ഭംഗിയായി അയ്യപ്പന്മാരോട് പെരുമാറാനും ഭക്തർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും പുതിയ മേൽശാന്തിക്ക് ഉപദേശം നൽകിയാണ് അരുൺകുമാർ നമ്പൂതിരി മലയിറങ്ങിയത്. വരുന്ന ഒരു വർഷക്കാലം വളരെ ഭംഗിയായിട്ടും നമ്മൾ വരുന്ന അയ്യപ്പന്മാരോട് നല്ല രീതിയിൽ പെരുമാറാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.